ഹലോ എവ്രി വൺ. ഞാൻ 2024 സെപ്റ്റംബറിൽ കുറച്ച് നാൾ ടോക്കിയോയിലുണ്ടായിരുന്നു. ഞാൻ താമസിച്ചത് ഹനൈഡ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇറ്റ്സ് വെരി നിയർ ടു എയർപോർട്ട്. എൻ്റെ ഓഫീസിനും അടുത്തായിരുന്നു. ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഞാൻ ഈവനിങ് വന്നിട്ട് ഡിന്നർ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പം ഈതർ കൺവീനിയൻസ് ഷോപ്പ് അവിടെ പോയി എന്തെങ്കിലും വാങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോകും. ഒരു ദിവസം ഞാൻ അങ്ങനെ പോയപ്പോൾ ഒരു നല്ലൊരു ഷ്രൈൻ കണ്ടു. അടുത്ത് തന്നെ അനമോറി ഇനാരി ഷ്രൈൻ എന്നാണ് അതിൻ്റെ പേര്. ഇറ്റ്സ് എ ഷിൻഡോ ഷ്രൈൻ. നിങ്ങൾക്ക് ഈ പ്ലേ കാർഡ്സിനെയാണ് പറയുന്നത്, ഏമ എന്നാണ് പറയുന്നത്. ഷിൻഡോ ബിലീവേഴ്സ് അവരുടെ ഫുൾഫിൽ ചെയ്യാനുള്ള വിഷസ് എല്ലാം എഴുതി ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യും. എന്നിട്ട് ഇവരുടെ ഒരു ഫെസ്റ്റിവൽ വരുമ്പം അത് അവർ ബേൺ ചെയ്ത് അവരുടെ വിഷസ് ഫുൾഫിൽ ആവുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പം ദാറ്റ്സ് വൺ ഷിൻഡോ ട്രഡീഷൻ. ആൻഡ് ഇതാണ് ടോറി ഗേറ്റ്സ്. ഈ ടോറി ഗേറ്റ്സ് ഷിൻഡോ റിലീജിയൻ്റെ ഒരു ഭാഗമാണ്. യു വിൽ നോട്ട് സീ ഇങ്ങനത്തെ ടോറി ഗേറ്റ്സ് ഇൻ ബുദ്ധിസ്റ്റ് ഷ്രൈൻസ്. ഞാൻ അങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഷിൻഡോ ഷ്രൈനിനെയും ബുദ്ധിസ്റ്റ് ഷ്രൈനിനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പം എത്രയും വലിയ ഷിൻഡോ ടെമ്പിളാണോ ഷ്രൈനാണോ അത്രയും ഓൾഡാണോ അത്രയും കൂടുതൽ ടോറി ഗേറ്റ്സ് നിങ്ങൾക്ക് ആ ടെമ്പിളിൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും കൂടുതൽ അതിലൂടെ നടക്കുമ്പം വർഷിപ്പേഴ്സിന് അതിൻ്റെ അത്രയും ബ്ലെസ്സിങ്സ് കൂടുതൽ കിട്ടും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ആൻഡ് ഈ ഷ്രൈനിൽ ഞാൻ കുറേ സ്റ്റാച്യൂസ് കണ്ടായിരുന്നു. വളരെ പെക്യുലർ ആയിരുന്നു. കാരണം ഇത് ഫോക്സസിൻ്റെ സ്റ്റാച്യൂസ് ആയിരുന്നു. അതായത് ഇവരുടെ ഗോഡ്സിനെ ഗാർഡ് ചെയ്യുന്ന സ്റ്റാച്യൂസാണിത്. ഫോക്സ് ഗോഡ്സ്, കിറ്റ്സുനെ എന്നാണിത് പറയുന്നത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ഷോർട്ട് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.